തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന 3 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഡിമാർട്ട് അല്ലെങ്കിൽ അവന്യൂ സൂപ്പർ മാർട്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡിമാർട്ട് 2.4% ഉയർന്ന് 4529 ക്ലോസിംഗ് നൽകി. 4200 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 2.95 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 121.19. ഡിമാർട്ടിൻ്റെ 52 വീക്ക് ഹൈ 4560, 52 വീക്കിലോ 3300. കണ്ടിന്യൂസ് സ്റ്റോർ എക്സ്പാൻഷൻ ഡിമാർട്ട് നടത്തുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. 3 ദിവസം മുമ്പും ഡിമാർട്ട് 3 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് ഫയലിംഗിൽ പറയുന്നത് 4 പുതിയ സ്റ്റോറുകൾ കൂടി ഓപ്പൺ ചെയ്തു. പഞ്ചാബിൽ രണ്ടും തെലങ്കാനയിൽ 1, മഹാരാഷ്ട്രയിൽ 1 പുതിയ സ്റ്റോറുകളാണ് ഓപ്പൺ ചെയ്തത്. ഇതുവഴി ഡിമാർട്ടിൻ്റെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 361 എത്തുകയും ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റോർ എക്സ്പാൻഷൻ്റെ പശ്ചാത്തലത്തിൽ CLSA എന്ന ബ്രോക്കേജ് ഏജൻസി ഡിമാർട്ടിന് ബൈ എന്ന റേറ്റിംഗും 5307 രൂപയുടെ ടാർഗറ്റ് നൽകി. മുമ്പ് 5107 രൂപയുടെ ടാർഗറ്റായിരുന്നു CLSA ഡിമാർട്ടിന് നൽകിയത്. അതിപ്പോൾ 5307 രൂപയായി അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 15% വരെ റിട്ടേൺ തരാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഡിമാർട്ട് നൽകുന്നത്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്ന രീതിയിലുള്ള സ്റ്റോക്ക് എക്സ്പാൻഷനാണ് ഈ കമ്പനിയെ സംബന്ധിക്കുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്. അതോടൊപ്പം തന്നെ ക്രൂഡിൻ്റെയും പാമോയിലിൻ്റെയും വിലയിലുണ്ടായിരിക്കുന്ന വർധനവ് 2025 വിലയിലുണ്ടായിരിക്കുന്ന വർധനവിൻ്റെ ഇമ്പാക്റ്റ് 2025 കമ്പനിക്ക് മറികടക്കാൻ സാധിക്കുമെന്നും CLSAയുടെ റിപ്പോർട്ടിൽ പറയുന്നു. 4200 മുകളിൽ ക്ലിയർ കട്ട് ബ്രേക്കൗട്ട് നൽകിയ സ്റ്റോക്ക് 4529 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും അടുത്ത ബ്രേക്കൗട്ടിന് സ്റ്റോക്ക് തയ്യാറെടുക്കുകയാണ്. ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 5000, 5300 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഇനി 4000 സ്റ്റോക്കിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് RVNLുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1.48% ഇടിഞ്ഞ് 282 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38.16, ഡിവിഡൻഡ് ഈൽഡ് 0.84%, 52 വീക്ക് ഹൈ 345, 52 വീക്കിലോ 64. 6 മാസം കൊണ്ട് RVNL 48% റിട്ടേൺ ആണ് നൽകിയത്. RVNLൻ്റെയും സാലാസാർ ടെക്നോ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടെയും ജോയിൻറ്റ് വെഞ്ചർ കമ്പനിക്ക് TSR LMC എന്ന കമ്പനിയുടെ സൈഡിൽ നിന്നും 59 കോടി രൂപയുടെ ഒരു പുതിയ പ്രോജക്റ്റ് ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. RVNL, സാലാസാർ ടെക്നോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്നീ 2 കമ്പനികൾ ചേർന്നുണ്ടാക്കിയ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയിൽ RVNLന് 81% സ്റ്റേക്ക് ഹോൾഡിങ്ങും സാലാസാർ ടെക്നോ എഞ്ചിനീയറിംഗിന് 49% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. ഏകദേശം 45 കിലോമീറ്റർ ചുറ്റളവിൽ 110 kV ഡബിൾ സർക്യൂട്ട് ലൈനുകളുടെ ഡിസൈൻ, സപ്ലൈ, ഇൻസ്റ്റാളേഷൻ എന്നിവ നിർവഹിക്കുന്നതിനാണ് കമ്പനിക്ക് 59 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത്. ഇതിനു മുൻപ് മധ്യപ്രദേശ് പവർ ട്രാൻസ്മിഷൻ കമ്പനി ലിമിറ്റഡിൻ്റെ സൈഡിൽ നിന്നും RVNLൻ്റെയും സാലാസാർ ടെക്നോ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടെയും ജോയിൻറ്റ് വെഞ്ചർ കമ്പനിക്ക് 132 kV ലൈനും 222 kV ട്രാൻസ്മിഷൻ ലൈനും അതിൻ്റെ ഫീഡർ ബേസും നിർമ്മിക്കുന്നതിന് വേണ്ടി ഏകദേശം 173 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ MP പശ്ചിം ക്ഷേത്ര വിദ്യുത് വിതരൺ നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സൈഡിൽ നിന്നും സാലാസാറിൻ്റെയും RVNLൻ്റെയും ജോയിൻറ്റ് വെഞ്ചർ കമ്പനിക്ക് 106 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു. അന്ന് 11 kV ലൈനുകളുടെ ബൈഫ്യൂരിഫിക്കേഷനും ഇൻ്റർ കണക്ഷനും വേണ്ടിയുള്ള ഓർഡറാണ് ലഭിച്ചത്. കമ്പനികൾക്ക് കണ്ടിന്യൂസ് ആയി ലഭിക്കുന്ന ഓർഡറിൻ്റെ പശ്ചാത്തലത്തിലാണ് RVNL എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കേണ്ടത്. സാലാസാർ ടെക്നോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനി എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടറിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. പ്രധാനമായും സ്റ്റീൽ സ്ട്രക്ചറൽ മാനുഫാക്ചറിംഗ് കമ്പനി നടത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ RVNL എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം. RVNL എന്ന സ്റ്റോക്ക് 280 എന്ന റേഞ്ചിനടുത്ത് കഴിഞ്ഞ 4 മാസമായി കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്നും അപ്പർ സൈഡിൽ 275, 300, 325 തുടങ്ങിയ ടാർഗറ്റുകളാണുള്ളത്. ഡൗൺ സൈഡിൽ 225ൻ്റെയും 200ൻ്റെയും സ്ട്രോങ് സപ്പോർട്ട് RVNLിൽ പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1.61% ഇടിഞ്ഞ് 42 രൂപ 75 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി.
7,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 49.61, ഡിവിഡൻഡ് yield 0.23%, 52 വീക്ക് ഹൈ 54, 52 വീക്ക് ലോ 37. സ്റ്റോക്കിനെ, അതായത് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, ഈ ട്രാവൽ ടെക് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 4.94% സ്റ്റേക്കുകൾ കമ്പനി 33 കോടി രൂപ നിക്ഷേപിച്ച് സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റാണ്. അതായത് കമ്പനി ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയും അതുപോലെ തന്നെ സബ്സിഡറി കമ്പനികളെ സൃഷ്ടിക്കുന്നതിലും ശ്രമിക്കുന്നു. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ലോങ് ടൈം ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ, ഈ പോസിറ്റീവ് ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ വരും ട്രേഡിംഗ് സെഷനിൽ ഈ ന്യൂസിനുള്ള മാർക്കറ്റ് റിയാക്ഷൻ അടുത്ത ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 52 രൂപ 50 പൈസ എന്ന 52 വീക്ക് ഹൈയിൽ നിന്നും കറക്റ്റായി 42-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 40 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഇതിന് താഴെ 38 എന്നൊരു സപ്പോർട്ട് കൂടിയുണ്ട്. സപ്പോർട്ട് പ്രൈസിൽ ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് പോലുള്ള സ്റ്റോക്കുകളെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.